പ്രശാന്തേട്ടാ, ആരുടെ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ വർഗീയത? അത് ഹിന്ദുവിൻ്റെ മനസ്സിലാണോ, മുസൽമാന്റെ മനസ്സിലാണോ, അതോ ഒരു ക്രിസ്ത്യാനിയുടെ മനസ്സിലാണോ? ആർക്കാണ് ഏറ്റവും കൂടുതൽ ലോകത്ത്, ആരുടെ മനസ്സിലാണ് വർഗീയതയുള്ളത്? ലോകത്ത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും മാത്രമേ ഉള്ളൂ, വേറെ മതങ്ങളൊന്നും ഇല്ലേ? പ്രധാനമായിട്ടും ഈ മതങ്ങളാണുള്ളത്. ശരി, ആയിക്കോട്ടെ. ഇതിൽ നമുക്ക് ഒന്നാമത് പറയാനുള്ളത്, വർഗീയത അളക്കാനുള്ള യന്ത്രം മനുഷ്യൻ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇത് നമുക്ക് ഒരാളിൻ്റെ പെരുമാറ്റത്തിൽ നിന്നൊക്കെ കുറച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വർഗീയമായ ചിന്ത ഉള്ളിലുണ്ടോ ഇല്ലയോ എന്ന്. ചിലർ ഇത് സമർത്ഥമായിട്ട് ഉള്ളിൽ ഒളിച്ചു വെക്കും, പുറമേ മറ്റൊന്ന് കാണിക്കും, പ്രകടിപ്പിക്കും. പക്ഷേ ആത്യന്തികമായിട്ട് ഇവരുടെ ഉള്ളിലിരിക്കുന്ന വർഗീയത വലിയ വിഷം വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് മനുഷ്യർക്ക് പൊതുവെ എല്ലാവർക്കും ഉള്ളതാണ്. അത് ചെറിയ മതം, വലിയ മതം, ആളെണ്ണം കൂടുതലുള്ള മതം, ആളെണ്ണം കുറഞ്ഞ മതം, അങ്ങനെയൊന്നുമില്ല. പഴക്കം ചെന്ന മതം, പഴക്കമില്ലാത്ത നവീനമായ മതം, അങ്ങനെയൊന്നുമില്ല. മനുഷ്യൻ്റെ ഉള്ളിൽ ഈ മൗലികവാദം എപ്പോഴും അത് അവൻ്റെ അഹം, അതിൽ നിന്ന് ഞാൻ ഇതിൽ നിന്നുണ്ടാകുന്നതാണ്. ഞാൻ ചെയ്യുന്നത് ശരി, ഞാൻ വിശ്വസിക്കുന്നത് ശരി, ഞാൻ ആചരിക്കുന്നത് ശരി, ഞാൻ പറയുന്നത് ശരി. നമുക്കങ്ങനെയാണല്ലോ. നമ്മളെപ്പോഴും നമ്മളെ ന്യായീകരിക്കുകയും നമ്മളെ ശരിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ചികിത്സിക്കേണ്ടത് വ്യക്തിയെ തന്നെയാണ്. അതിന് മതതത്വങ്ങളെ വളച്ചൊടിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ വർഗീയത വാസ്തവത്തിൽ നമ്മുടെ എല്ലാം ഉള്ളിൽ ഉണ്ടായി വരുന്നത്. ആ ഉണ്ടായി വന്നു കഴിയുമ്പോൾ നമ്മൾ സമാനമായ, അതായത് എന്നെപ്പോലെ ചിന്തിക്കുകയും എന്നെപ്പോലെ പറയുകയും എന്നെപ്പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഒത്തുചേരും. അപ്പോൾ അതൊരു വർഗീയ കൂട്ടായ്മയായി മാറും. ഈ വർഗീയ കൂട്ടായ്മയാണ് നാട്ടിൽ എമ്പാടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് വളരെ ലളിതമാണ്. അത് സംഘടിത മതങ്ങൾക്ക് കുറച്ചുകൂടെ ശക്തമായിട്ട് അത് ചെയ്യാൻ പറ്റും. അസംഘടിത മതങ്ങൾക്ക് അത്രയും ശക്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അസംഘടിത മതങ്ങൾ നമ്മൾ പറയുന്ന ഇന്നത്തെ ഹിന്ദു, അത് വാസ്തവത്തിൽ ഒരു മതമല്ല എന്ന് നമ്മുടെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്നാലും ആൾക്കാർ അതിനെ കാണുന്നത് ഒരു മതമായിട്ടാണ്. ഇരിക്കട്ടെ. അതുപോലെ അസംഘടിത മതങ്ങൾ, മറ്റു പല മതങ്ങളും ഉണ്ട് ലോകത്ത്. ഇപ്പോൾ ബുദ്ധമതം ഒരു അസംഘടിത സ്വഭാവമുള്ള മതമാണ്. അതിനങ്ങനെ സെമറ്റിക് മതങ്ങളെപ്പോലെ ഒരു സംഘടിത സ്വഭാവമൊന്നുമില്ല. ജൈനമതം ഒരു അസംഘടിത സ്വഭാവമുള്ള മതമാണ്. പക്ഷെ സിഖ് മതം അങ്ങനെയല്ല, ഒരു സംഘടിത സ്വഭാവമുള്ള മതമാണ്. അതുകൊണ്ട് തന്നെ അവരിലെ ആ സംഘടിതമായ ആ പ്രവർത്തനങ്ങൾ അത് കൂടുതലായിരിക്കും. ആ സംഘടിതമായ പ്രവർത്തനങ്ങൾ ആക്രമണോത്സുകമായാലോ വലിയ അപകടം വിതയ്ക്കും. ഇത് തന്നെയാണ് സെമറ്റിക് മതങ്ങളുടെയും അവസ്ഥ. പക്ഷേ ഇത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ, ഈ സെമറ്റിക് മതം വിശ്വാസി അല്ലെങ്കിൽ ഒരു അസംഘടിത മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ, ഇവരുടെ ഉള്ളിൽ വർഗീയതയുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. ഈ വർഗീയത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് അളന്ന് കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങളൊന്നും ഇപ്പം നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന BJP കേന്ദ്ര സർക്കാർ അടക്കം പറയുന്നത്, പല തീരുമാനങ്ങളിലൂടെയൊക്കെ അവർ അറിയിക്കുന്നത്, അവരുടെ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നത് വലിയ രീതിയിൽ ഇസ്ലാം വർഗീയത പ്രചരിക്കുന്നു എന്നാണ്. അല്ല, അതൊക്കെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയക്കാർക്ക് എപ്പോഴും അവരുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കാനും അവരുടെ അധികാരം നിലനിർത്താനും വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും പ്രയോഗിക്കും. തന്ത്രമാണ് ഒരു നമ്മുടെ കുറച്ചൊക്കെ വാസ്തവം ഉണ്ട് താനും. ഇപ്പോൾ പരിപൂർണമായിട്ടും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് ഓരോ വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തി എടുത്താലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വഖഫ് വിഷയം വാസ്തവത്തിൽ ഒരു വർഗീയ പ്രശ്നമാണോ നിയമ പ്രശ്നമാണോ? യഥാർത്ഥത്തിൽ നമ്മൾ അല്ല, അതിനുത്തരം പറയൂ. വഖഫ് ഒരു വർഗീയ പ്രശ്നമാണോ നിയമ പ്രശ്നമാണോ? രണ്ടുമാണ്. വാസ്തവത്തിൽ അതൊരു നിയമ പ്രശ്നമാണ്. അതിൻ്റെ ഏറ്റവും കൂടുതൽ ആ വഖഫിൻ്റെ ദുഷ്ചെയ്തികൾക്ക് ഇരകളാകുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഇരകളാകുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്, അല്ലേ? പക്ഷേ അതേ മുസ്ലിങ്ങൾ തന്നെയാണ് ഈ വഖഫ് ബോർഡിനെ വെള്ളപൂശി അതിനെ വാഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത്, അല്ലേ? അത് അവരുടെ മതത്തിൻ്റെ ഒരു സ്വഭാവം കൂടിയാണ്. അത് അവർ മാത്രമല്ല, മറ്റു മതങ്ങളും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഹിന്ദുക്കൾ ദേവസ്വം ബോർഡിനെ തള്ളിപ്പറയൂ? ഇല്ല. ക്രിസ്ത്യൻ സഭകൾ ഈ പറയുന്നത് പോലെ അവരുടെ ഈ മതപരമായ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന സിനഡ് പോലെയുള്ള സംവിധാനങ്ങളെ എതിർക്കുമോ? ഇല്ല. ഇതൊക്കെ എല്ലാ മതങ്ങളുടെയും ഭാഗമായിട്ട് ലോകത്തുള്ളതാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സംഘടിത മതങ്ങൾക്ക് ഇക്കാര്യത്തിൽ കുറച്ചുകൂടെ ശക്തി കൂടും. വഖഫ് വാസ്തവത്തിൽ ഒരു നിയമപ്രശ്നമാണ്. ആ നിയമപ്രശ്നത്തെ വർഗീയ പ്രശ്നമാക്കുകയാണ്. ആര്? അത് രാഷ്ട്രീയക്കാരും മതമേലധ്യക്ഷന്മാർക്കും ഒക്കെ അതിൽ പങ്കുണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ തന്നെ മുനമ്പം പ്രശ്നത്തിൽ സമരം ചെയ്യുന്ന സഭ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എന്താണ്? ദയവീത് ഇത് തെരുവിലേക്ക് ഇറക്കരുത്. ഇത് തെരുവിലേക്ക് ഇറക്കിയാൽ ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല.
കാരണം വർഗീയത കൈവിട്ട ഒരു ആയുധമാണ്. അതിന് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, സമൂഹത്തിൽ വലിയ ആപത്തുകൾ വരുത്താൻ പറ്റും. അത് അവസരം കൊടുക്കരുത്. അപ്പോൾ അവർ പറയുന്നത് ഇത് പള്ളിമുറ്റത്ത് നടക്കുന്നത് കൊണ്ടാണ് ഇതിത്രയും ഒതുങ്ങി നിൽക്കുന്നത്, മറിച്ച് ഇത് തെരുവിലേക്ക് ഇറങ്ങിയാൽ അക്രമാസക്തമാകും. ദയവീ ഇത് സംസ്ഥാന സർക്കാരിനോട് ഞങ്ങൾ തൊഴുത് അപേക്ഷിക്കുകയാണ്, ഇതിനെ തെരുവിലേക്ക് ഇറക്കരുതേ എന്ന്. അപ്പോൾ ആൾക്കാർക്ക് അറിയാം, പൊതുവേ ഈ വർഗീയത എന്ന കാർഡ് എടുത്ത് കളിക്കുമ്പോൾ ഇതിനകത്ത് വലിയ അപകടമുണ്ട് എന്ന് ജനങ്ങൾക്കറിയാം, വിശ്വാസികൾക്കറിയാം. പക്ഷേ നമ്മുടെ രാഷ്ട്രീയക്കാരടക്കം അവരവരുടെ ആവശ്യങ്ങൾക്ക് ഇതെല്ലാം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്, തരാതരം പോലെ. ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. അപ്പോൾ ഇത് വിഷയം വല്ലാത്ത രീതിയിൽ വർഗീകരിക്കപ്പെട്ട് എന്താ പറയണ്ടേ, ഒരു കനൽ വീണാൽ, ഒരു ചെറിയ തീപ്പൊരി വീണാൽ കത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിയമപ്രശ്നത്തെ വർഗീയ പ്രശ്നമാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ ചെറിയ തന്ത്രങ്ങൾ മതി. ആ തന്ത്രങ്ങളിൽ ജനങ്ങൾ വീഴാതിരിക്കട്ടെ. ഇതിനെക്കുറിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ, നമ്മുടെ വിഖ്യാതനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം പണ്ടൊരാൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ല ഈ നാട്ടിലെമ്പാടും ഈ വിഭജനമൊക്കെ കഴിഞ്ഞ് വലിയ വർഗീയ ലഹളയൊക്കെ നടന്നതാണല്ലോ നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് യാത്രയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്, ഗാന്ധിയനാണ്, ഒരു സൂഫി പാരമ്പര്യമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് യാത്രയെല്ലാം ചെയ്ത് ജയിലിലൊക്കെ കിടന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, ജയിലിലൊക്കെ കിടന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ല ഈ വർഗീയത ഒരു വലിയ ആപത്താണല്ലോ. അത് ആപത്താണ്. അല്ല ഇതിനെ അവസാനിപ്പിക്കാൻ എന്താണ് നല്ല മരുന്ന്, ഇതിന് ചികിത്സയുണ്ടോ, ഇതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും, ഇത് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി, ഇത് വളരെ എളുപ്പമാണ്, ഈ രോഗം മാറും, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വരട്ട് ചൊറി പിടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ വരട്ട് ചൊറി പിടിച്ചാൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. വർഗീയതയെക്കുറിച്ച് ഈ ചൊറിയും തോറും സുഖം കൂടും, സുഖം കൂടുന്തോറും ചൊറിയും കൂടും. അപ്പോൾ ചൊറിഞ്ഞ് മുറിഞ്ഞ് നീറും, എന്നാലും ചൊറിയും. ഇതാണ് ആ അസുഖത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വരട്ട് ചൊറി പിടിച്ചാൽ അത് ചൊറിഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നോളും, വർഗീയത ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല എന്നാണ്. നോക്കൂ, എത്ര രസകരമായ മറുപടിയാണ്. അതായത് മനുഷ്യന് മറ്റൊന്നും ചെയ്യാനും മറ്റൊന്നും ചിന്തിക്കാനും ഇല്ലാതിരിക്കുമ്പോൾ കൂടിയാണ് അവരുടെ മനസ്സിൽ വർഗീയത കടന്നു വരുന്നത്. അതിനപ്പുറത്തേക്ക് ജീവൽ പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ, എന്താ പറയേണ്ട, നിലനിൽപ്പിൻ്റേതായ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ നേരിട്ടാൽ ഈ വർഗീയതയൊന്നും ഉണ്ടാവില്ല. മനുഷ്യരെല്ലാവരും ഒത്തുചേരും, അവരൊരുമിച്ച് നിന്ന് അവരുടെ അതിജീവനത്തിന് വേണ്ടി. ഇപ്പോൾ നോക്കട്ടെ, ഒരു പൊതുവായ എന്തെങ്കിലും ഒരു ഉദാഹരണത്തിന് കോവിഡ് വന്നപ്പം ശരി, നാട്ടിൽ ഒരു കാര്യം ചോദിക്കാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വർഗീയത ആളിക്കത്തിക്കാൻ, ചേട്ടൻ ഇത്രയും പറഞ്ഞല്ലോ, വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി BJP ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലയോ? നമുക്ക് ഒറ്റ വാക്കിൽ അതിന് മറുപടി പറയാൻ സാധിക്കില്ല. BJP മാത്രമല്ല എല്ലാ രാഷ്ട്രീയക്കാരും ഈ കാർഡ് തരാതെ കേന്ദ്ര 2014 മുതൽ ഇല്ല അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ഞാൻ ബഷീറിന്റെ കാര്യം പറഞ്ഞോണ്ട് ചോദിച്ചത് അല്ല, ഞാൻ കാരണം എന്താണെന്ന് പറയാം. BJP ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണ്. നാട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അവർ ഒരുപാട് പേരോട് സമാധാനം പറയണം, ജനങ്ങളോട്, അല്ലേ? വോട്ടർമാരോട് സമാധാനം പറഞ്ഞല്ലേ പറ്റുള്ളൂ. വീണ്ടും ഇലക്ഷൻ വരും 5 കൊല്ലം കഴിയുമ്പോൾ, താൻ എന്താ അന്ന് അങ്ങനെ ചെയ്തത്, തൻ്റെ സർക്കാർ എന്താ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദ്യം വരും. ഇനി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പ്രധാനമന്ത്രി തലതാഴ്ത്തി നിൽക്കേണ്ടി വരും, അല്ലേ? അതിന് അദ്ദേഹം തയ്യാറാവില്ല, നാണം കെടും. അപ്പോൾ തീർച്ചയായിട്ടും BJPക്ക്, ഇവിടെ ഭരിക്കുന്ന പാർട്ടിക്ക് എപ്പോഴും ഈ പറയുന്ന വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കാൻ, കാരണം ലോ ആൻഡ് ഓർഡർ അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ജനങ്ങളോട് രാജാവ് പ്രജകളെ മക്കളെ പോലെ കാണണമെന്ന പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഭരണകൂടത്തിന് പ്രജകളോട് അല്ലെങ്കിൽ ജനങ്ങളോട്, തീർച്ചയായിട്ടും പൗരന്മാരോട് വലിയ ബാധ്യതകളുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോഡിയുടെ പ്രചാരണത്തിൽ അദ്ദേഹം വലിയ രീതിയിൽ പറഞ്ഞൊരു കാര്യമാണ്, കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജ്യത്തെ സ്വത്തുക്കൾ മുഴുവൻ മുസ്ലിങ്ങൾ കൊണ്ടുപോകും എന്ന് പറയുന്നത്. അതൊരു വർഗീയമായിട്ടുള്ള ഒരു, അതിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. വലിയ രീതിയിൽ RSSൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിമർശനങ്ങൾ എപ്പോഴും ഉണ്ടാകണമല്ലോ. അത് തീർച്ചയായിട്ടും ആരോഗ്യകരമായ ജനാധിപത്യത്തിന് അത് ആവശ്യമാണ്. പക്ഷെ അത് അംഗീകരിക്കുന്ന ആളുകളില്ലാത്തതാണ് പ്രശ്നം. അത് അംഗീകരിക്കുന്ന ആൾക്കാർ, അവർ കുറേയൊക്കെ ഇത് കേൾക്കാതിരിക്കില്ല. അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അവിടെ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് മോഡി പ്രസംഗിച്ചത്. കോൺഗ്രസ് എന്താ ചെയ്യുക, ഈ വഖഫ് പോലെയുള്ള വിഷയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ ഒരു പ്രീണനം നടത്തുകയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു പ്രത്യേക മതവിഭാഗത്തെ സന്തോഷിപ്പിക്കാൻ
അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഇങ്ങനെ ഇന്ന കുഴപ്പങ്ങളൊക്കെ ചെയ്യും എന്ന് മോഡി ആരോപിക്കുകയാണ്. അല്ലെങ്കിൽ മോഡി അല്ലെങ്കിൽ BJP ആരോപിക്കുകയാണ്. അത് BJPയുടെ ഒരു സ്ട്രാറ്റജിയാണ്. തിരിച്ച് അപ്പുറത്ത് കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? ഇവരും ഇതുപോലെ കുഴപ്പക്കാരാണ്, ഇവർ പിന്നെ ഭൂരിപക്ഷ മതത്തെ പ്രീണിപ്പിക്കാൻ നടക്കുകയാണ്, അവരെ സന്തോഷിപ്പിക്കാൻ നടക്കുകയാണ്, അത് വോട്ട് ബാങ്ക് ആക്കുകയാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസും തിരിച്ചടിക്കുന്നു. അതായത് ചേട്ടൻ പറഞ്ഞു വരുന്നത് പച്ചയ്ക്ക് ചിലവർ വർഗീയത പറയുമ്പോൾ മറ്റുള്ളവർ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു. അല്ല, ഇതിനകത്ത് ഒളിച്ചു കടത്തലും പച്ചയൊന്നുമില്ല. എല്ലാവരും പച്ചയ്ക്ക് തന്നെയാണ് പറയുന്നത്. ആരും മോശക്കാരല്ല. പിന്നെ ഉപയോഗിക്കുന്ന വാക്കുകളുടെയും ആ സൗണ്ടിൻ്റെ പിച്ചും ഒക്കെയുള്ള വ്യത്യാസം. ചിലർ ഉറക്കെ പറയുന്നു, ചിലർ കുറച്ച് പതുക്കെ പറയുന്നു, അത്രയേ ഉള്ളൂ. ചിലർ സൈലന്റ് ആയിട്ട് പറയുന്നു. എല്ലാവരും ഈ കാർഡൊക്കെ എടുത്ത് എല്ലാ രാഷ്ട്രീയക്കാരും കളിക്കുന്നുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ BJPയുടെ ഒരു പ്രത്യേകത, അവരതിനെ ദേശീയതയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഒരു ഹിന്ദു പാരമ്പര്യത്തെ ദേശീയ പാരമ്പര്യമാണത് എന്നുള്ളത് കൊണ്ട് അവരതിനെ ബന്ധിപ്പിച്ച് ഞങ്ങളിതാണേ എന്ന് പറഞ്ഞ് അവർ ജനങ്ങളുടെ മുന്നിൽ എത്തുന്നു. ഇതിന് വാസ്തവത്തിൽ ഈ കുഴപ്പങ്ങൾക്കെല്ലാം തുടക്കം തൊട്ടേ കാരണം കോൺഗ്രസ്സാണ്. അവർ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ അവരിതിനെ കൈകാര്യം ചെയ്ത രീതി തെറ്റായിപ്പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു പ്രത്യേക വിഭാഗത്തെ ഭയപ്പെടുത്തിയും പ്രീണിപ്പിച്ചും കൂടെ നിർത്താൻ, അവരെ സ്വാധീനിച്ച് കൂടെ നിർത്താൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങളുടെ എല്ലാ ആധാരം. അന്നേ ഇത് വളരെ നിഷ്പക്ഷമായിട്ട് നീതിയുക്തമായിട്ട് പെരുമാറിയിരുന്നെങ്കിൽ ഈ ദോഷങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാകില്ലായിരുന്നു. ഇപ്പോൾ ഈ വഖഫ് ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് ഈ BJP ഇരട്ടത്താപ്പ് നടത്തിയെന്ന് വരുന്നുണ്ട്. അത് 2013 എന്തിനാണ് BJP ആ നിലപാടെടുത്തത്? അന്ന് 2013 BJP എടുത്ത നിലപാട് BJPക്ക് തന്നെ തെറ്റാണെന്ന് മനസ്സിലായതുകൊണ്ടാണല്ലോ ഇപ്പം നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. അതവർ പറയുന്നില്ലെന്നേ ഉള്ളൂ. അത് തുറന്നു പറഞ്ഞാൽ മതി. അതൊരു രാഷ്ട്രീയമായിരുന്നു തീർച്ചയായിട്ടും. കാരണം ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ മുസ്ലിം വോട്ട് പിന്നെ നമുക്കും കിട്ടണം, നമ്മളതിനെ തടസ്സം നിൽക്കണ്ട എന്നൊക്കെയുള്ള ധാരണയിൽ ചെയ്തു പോയതാണ്. ഇതിൻ്റെ ഭീകരത അന്ന് മനസ്സിലായില്ല. ഇന്ന് നോക്കൂ, ആ വഖഫ് നിയമം ഇന്ന് രാജ്യത്തെമ്പാടും വലിയ തോതിൽ കലഹങ്ങളും കലാപങ്ങളും ഉണ്ടാക്കാൻ കാരണമായി തീർന്നിരിക്കുന്നു. അപ്പോൾ ആ നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടത് ആവശ്യമാണ് എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അതിന് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്.